ജസ്റ്റ് ഒരു പബ്ലിക് ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. ഓക്കെ, മോദി എന്തിനായിരിക്കാം ഇപ്പം കൊച്ചിയിൽ വന്നിരിക്കുന്നത്? പിന്നെ നെക്സ്റ്റ് ഭരണം BJP-യുടേതാവുമോ? എന്താ ഒരു അഭിപ്രായം തരാൻ പറ്റുമോ? മോദി എന്തിനാണ് വന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ ഇലക്ഷൻ അടുത്തതുകൊണ്ടായിരിക്കാം വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആണോ മോദി വന്നിരിക്കുക? എന്തെങ്കിലും കൺസെപ്റ്റൊക്കെ ഉണ്ടാവോ ഈ ഒരു വരവിന്? എനിക്ക് തോന്നുന്നത് ഒന്നൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഇതാണ്. കാരണം ഓൾറെഡി കേരളം ഇതുവരെ BJP-ക്ക് പിടികൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. BJP ഒരിക്കലും കേരളത്തെ ഉടനെ ഒന്നും കൊണ്ടുപോയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അത്രതരം PR വർക്കുകൾ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടും മറ്റൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഒരുപക്ഷെ കുറേ അടുത്തൊന്നും BJP-ക്ക് എന്തായാലും കിട്ടില്ല. ഈ വരുന്ന ഇലക്ഷൻ ആരായിരിക്കാം ജയിക്കുക? ഒരഭിപ്രായം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ, പ്രാദേശിക ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും കോൺഗ്രസ് തന്നെയാണ് കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. പിണറായിയുടെ ഭരണം എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് നേര് തന്നെ. എന്നാലും പലരും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷനിലെ റിസൾട്ട് മനസ്സിലായത്. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങൾ തകരുകയും പലരും പരാജയപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് തന്നെ ഒരുപക്ഷെ വരുന്ന 5 വർഷം കോൺഗ്രസിൻ്റെ കയ്യിലും അവിടെ നിന്ന് അങ്ങോട്ട് ഏത് പാർട്ടിയാണ് നല്ലതെന്ന് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. ഒരു പാർട്ടിയും ഇതുവരെ അവരുടെ കഴിവ് തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു 5 വർഷം ഒരു പാർട്ടി അത് മടുക്കുമ്പോൾ നമ്മളത് മാറ്റി അടുത്ത 5 വർഷം വേറെ പാർട്ടി നോക്കും. നമുക്കിങ്ങനെ ഒരു പാർട്ടിയെ മടുക്കുമ്പോൾ അടുത്ത പാർട്ടി അത്രയുള്ളൂ. അല്ലാണ്ട് ഒരു നല്ല പാർട്ടി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നിർഭാഗ്യവശാൽ ഇതുവരെ എല്ലാ ജനങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടി നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം. പിണറായി ഭരണത്തിനോട് യോജിക്കുന്നുണ്ടോ? ഇനിയിപ്പം പിണറായി തന്നെ ആയിരിക്കാമോ ഇലക്ഷന് ജയിക്കും? ജനങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കട്ടെ. നമുക്ക് നോക്കാം. അതെ, ഇന്ന് ഇവിടെ കൊച്ചിയിൽ മോഡി വന്നു, ഭയങ്കര ബ്ലോക്കൊക്കെ ഉണ്ടായി. പക്ഷേ എന്തിനാ മോഡി വന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്തിനായിരിക്കും വന്നറിയോ? അറിയത്തില്ല, അതേക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇലക്ഷൻ പ്രചരണം മാത്രം ഉദ്ദേശിച്ചാണ് വന്നത്. പക്ഷേ അയാൾ എന്തൊക്കെ വാഗ്ദാനം കൊടുത്തെന്നോ എന്ത് ചെയ്തെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. വാർത്തയ്ക്കകത്തൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അത് പോട്ടെ, ഇപ്പോൾ ഇലക്ഷൻ അതാണല്ലോ അവരുദ്ദേശിച്ചതും ഈ മോഡി വന്നതൊക്കെ. ഈ ഇലക്ഷന് കേരളത്തിൽ അടുത്ത ഇലക്ഷൻ ആരായിരിക്കും? അടുത്ത ഭരണം ആരായിരിക്കും? അടുത്ത ഭരണം തുടർ ഭരണം തന്നെയായിരിക്കും നല്ലത്. തുടർ ഭരണമാണ് നല്ലത്. പിണറായിയുടെ ഭരണം ഇഷ്ടപ്പെട്ടാണോ? ഇഷ്ടമാണ്, നല്ല ഭരണമാണ്. ഒരുപാട് പുരോഗമനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല കാര്യത്തിൽ. BJP-ക്ക് കേരളത്തിൽ വല്ല സാധ്യതയുണ്ടോ? ഇലക്ഷന് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ പ്രാവശ്യം? പിന്നെ സീറ്റ് കിട്ടാൻ 1-2 കിട്ടുമായിരിക്കും. അതിനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നാണ്ടായ കാരണം എന്താ? കാരണം ചില മണ്ഡലങ്ങളൊക്കെ അവരെ പിടിക്കുന്നുണ്ട്. അതും ചിലപ്പം തുടർ ഭരണമായിരിക്കും. തിരുവനന്തപുരത്തൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അതേക്കുറിച്ച് അറിയത്തില്ല. ഈ പ്രാവശ്യം ഈ ഇലക്ഷൻ നടന്നപ്പോഴേ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഒരുപാട് എന്താ പറയണ്ടേ, പഞ്ചായത്തുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിന്നൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത പറയുന്നുണ്ടെങ്കിലും ഭരണം മോശമാണെന്നല്ല പറയുന്നത്. BJP-യുടെ ഭരണം നല്ലതാണ്. പക്ഷെങ്കിൽ കേരളത്തിൽ വലിയ സാധ്യതയില്ല. കേരളത്തിലെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് ശരിയാ, അവരുടെ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒന്നും ഇവിടെ നടക്കത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. BJP-ക്ക് കേരളത്തിൽ വലിയ പ്രതീക്ഷയില്ല. അതാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. പിന്നെ വല്ല 1-2 സീറ്റ് പിടിച്ചാലും വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. ഇപ്പം സുരേഷ് ഗോപി പിടിച്ചിട്ട് വല്ലതും ഉണ്ടായോ? തൃശ്ശൂർക്കാർക്ക് മൊത്തം നാണക്കേടുണ്ടായല്ല, അത് വേറെ ഒന്നും നടന്നിട്ടില്ല. അപ്പം ശരി, ജസ്റ്റ് ഒരു പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ടായിരുന്നു. ജസ്റ്റ് ഒരു ചോദ്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ആൻസർ തരാൻ പറ്റുമോ? മോദി എന്തിനാണ് കൊച്ചിയിലേക്ക് വന്നത്? അറിയില്ല, നമ്മൾ കൊച്ചിക്കാനല്ല. എന്തിനായിരിക്കും? ഇലക്ഷൻ്റെ ആയിട്ടായിരിക്കും. ഇലക്ഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണോ മോദി വന്നേക്കുന്നത്? എനിക്കറിയില്ല. ആക്ച്വലി ജസ്റ്റ് ഇപ്പം നടക്കുന്ന കാര്യത്തെ പറ്റി തന്നെയാണ്. ഇപ്പം കൊച്ചിയിൽ മോദി വന്നത് എന്തിനായിരിക്കാം? ഒരഭിപ്രായം പറയാം. എനിക്കറിയില്ല. സോ എന്നാലും എന്തിനായിരിക്കാം ഇപ്പം കൊച്ചി JNL സ്റ്റേഡിയത്തിൽ ഇത്രയും പബ്ലിസിറ്റി ഒക്കെ ഉണ്ടായത്? എന്തിനായിരിക്കാം മോദി വന്നത്? എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം? തൻ്റെ അഭിപ്രായം, തൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു അഭിപ്രായം സത്യം പറഞ്ഞാൽ മോദി വന്നതെന്നാണ് അറിഞ്ഞത്. അല്ലാണ്ട് എനിക്കറിയില്ലായിരുന്നു മോദി വരുന്നവരൊന്നും. ഓക്കെ ഓക്കെ.
ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നൗ ഇപ്പം നടക്കുന്ന കാര്യത്തിനെ പറ്റിയാണ്. മോദി കൊച്ചിയിൽ വന്നത് എന്തിനായിരിക്കാം? ഒരു അഭിപ്രായം തൻ്റെ മനസ്സിൽ തോന്നുന്ന എന്തിനായിരിക്കാം വന്നിരിക്കാന്ന്? ജനങ്ങളെയൊക്കെ കാണാനായിട്ട്. എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ടൊക്കെ ആയിരിക്കാവോ? നമ്മുടെ നാടൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുപോയി. ഓക്കെ ഓക്കെ. വേറെന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അറിയില്ല. അടുത്ത ഭരണം ആരായിരിക്കും? നരേന്ദ്രമോദി അയച്ചു. നരേന്ദ്രമോദി അയക്കാം. ശരി, താങ്ക് യുടാ. ജസ്റ്റ് ഒരു പബ്ലിക് ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മോദി എന്തിനായിരിക്കാം കൊച്ചിയിൽ വന്നത്? വെറുതെ ഈ പാർട്ടിപരമായിട്ട് എന്തിനെങ്കിലും വന്നതാവും. പിന്നെ എറണാകുളമൊക്കെ ഒന്ന് കാണാലോ. അതിനെപ്പറ്റി അറിയില്ല. അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ, ഞാൻ അത്ര അറിയില്ല. ഓക്കെ ഓക്കെ. അല്ല, ഈ ഭരണം ഇപ്പോ അടുത്ത ഭരണം ആരായിരിക്കും എന്നുള്ളത് ഐഡിയ? ഏത് മോദി മാറിയാലോ? മോഡി മാറുന്നല്ലേ? ഇപ്പൊ കേരളത്തിൽ ഇലക്ഷൻ വരുമല്ലേ? പിണറായി തുടർ ഭരണം ഉണ്ടാവുമോ? പിണറായി ഭരിക്കണം, ഭരിക്കായിരിക്കും. ഓക്കെ. ബിജെപിക്ക് എന്തൊരു സാധ്യത? ബിജെപിക്ക് സാധ്യത കുറവാണ്. അതായത് ഇന്ത്യ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാൻസ് ഉണ്ട്. പക്ഷേ കേരളത്തിലില്ല. അത്രേ ഉള്ളൂ. അപ്പം ശരി. ഇപ്പം മോദി എന്തിനായിരിക്കാം കൊച്ചിയിൽ വന്നത്? പിന്നെ നെക്സ്റ്റ് ഭരണം ആരായിരിക്കാം എന്നായിരിക്കും തൻ്റെ ഒരു അഭിപ്രായം? മോദി ഇതിൽ വന്നത് അവരുടെ പബ്ലിക് ഇതിൻ്റെ പ്രചരണത്തിനായിരിക്കുമല്ലോ. ജസ്റ്റ് പുള്ളിയുടെ പ്രൊമോഷൻ നടത്താനും പിന്നെ BJPയുടെ ഇത് പുഷ് ചെയ്യാനായിരിക്കും. നെക്സ്റ്റ് ഭരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഇലക്ഷൻ വരുമ്പോൾ കാണണം. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മിക്കവാറും UDF ആയിരിക്കും. അവധിക്കാണ് സാധ്യത തോന്നുന്നതെന്ന് കൂടുതൽ തോന്നുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും UDF തമ്മിൽ മാറി പറയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് UDF ആയിരിക്കും. പക്ഷേ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അത്ര BJPക്ക് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? സീറ്റ് പൊതുവെ കിട്ടാൻ ചാൻസ് കുറവല്ലേ ഇവിടെ കേരളത്തിൽ. പ്രത്യേകിച്ച് വരുമ്പോൾ നമുക്ക് അങ്ങനെ അധികം നാളായിട്ട് വന്നത് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് UDF മാറി മാറിയല്ലേ. BJPക്ക് ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവർ എനിക്ക് തോന്നുന്നു കയറി വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഇല്ല, സാധ്യത കുറവാണെന്ന് തോന്നുന്നത്. നോക്കാം, കണ്ടറിയാമല്ലോ. ഓക്കെ, താങ്ക് യു. ജസ്റ്റ് ഒരു പബ്ലിക് ഒപ്പീനിയൻ ആണ്. മോദി എന്തിനായിരിക്കാം കൊച്ചിയിൽ വന്നത്? പിന്നെ ഓക്കെ, ഒരു ഒപ്പീനിയൻ പറയാമോ? എന്തിനാണെന്നൊന്നും അറിയില്ല. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടായിരിക്കാം? ഒരു ഐഡിയ ഇല്ല. പിണറായി ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതാണ്. റോഡുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അടുത്ത ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ തുടർ ഭരണം ഉണ്ടാവോ? അറിയില്ല, അത് ജനാധിപത്യല്ലേ. ആര് വരണമെന്നാണ് ആഗ്രഹം? ആര് വരണമെന്നാണ് ആഗ്രഹം? അങ്ങനെ പൊതുവായിട്ട് ആഗ്രഹമില്ല, എന്നാലും പിണറായിയുടെ ഭരണം നല്ലതെന്നാണ് തോന്നുന്നു. മോദി ഇപ്പം വരുന്നുണ്ടല്ലോ കൊച്ചിയിൽ. അപ്പം എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം നടപ്പിലാക്കാൻ പോവുക? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് പ്രോമിസ് തരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം വരാം. അങ്ങനെ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, ശരി, താങ്ക് യു.